Alhamdulillahi Rabbil Alameen wassalatu wassalamu ala rasulihi Muhammad wa ala alihi wa ashabihi ajma'in amma ba'd Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli assalamu alaikum. ഇതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു ക്ലാസ്സിൽ സ്ത്രീകളുടെ നിസ്കാരത്തിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അതില് സ്ത്രീകൾ വീട്ടിലാണ് നിസ്കരിക്കുന്നത് ഉത്തമം എന്ന് പറഞ്ഞ ഹദീസ് ഫാബ്രിക്കേറ്റഡ് ആണ്, വീക്കാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും പിന്നെ ഓരോ സൈറ്റിൽ നിന്ന് ഓരോ എന്തൊക്കെയോ ഹദീസൊക്കെ എടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ടും പിന്നെ കുറെ സൈറ്റിൽ കയറി കുറെ ഹദീസുകളും അങ്ങനെ അൺലിമിറ്റഡ് സാധനങ്ങൾ എനിക്ക് വന്നിരുന്നു. സേയിങ് ദാറ്റ് ആ ഹദീസ് ഫാബ്രിക്കേറ്റഡ് അല്ല, അത് ഒതന്റിക് ഹദീസാണ്, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു. പക്ഷെ ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നു, സ്ത്രീകള് വീട്ടിൽ നിസ്കരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്ന ആ ഹദീസ് വീക്ക് ഹദീസാണ്, ഫാബ്രിക്കേറ്റഡ് ഹദീസാണ്. ദ മോസ്റ്റ് ഒതന്റിക് ഹദീസ് അബൌട്ട് വിമൻസ് പ്രേയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, ഡു നോട്ട് സ്റ്റോപ്പ് വിമൻ ഫ്രം ഗോയിങ് ടു ദ മോസ്ക്, സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടയരുത് എന്നുള്ള ഹദീസാണ് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഹദീസ് റിലേറ്റഡ് ടു ലേഡീസ് പ്രേയർ. പിന്നെ അതുകൂടാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അതില് 2 ഓപ്ഷൻസ് ഉണ്ട് സ്ത്രീകൾക്ക്. അവർക്ക് വീട്ടിലും നിസ്കരിക്കാൻ ഓപ്ഷൻ ഉണ്ട്, അവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഓപ്ഷൻ ഉണ്ട്. പള്ളിയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ സെയിം നിസ്കാരത്തിന് യു വിൽ ഗെറ്റ് മൾട്ടിപ്പിൾ റിവാർഡ്സ്, ഒരുപാട് കൂലി കൂടുതലാണ്. വീട്ടിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിന്റെ കൂലിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്പൊ കുറച്ചു പേരെന്റെ അടുത്ത് പറഞ്ഞിരുന്നു അവർക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് വീട്ടിലെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കാണ്ട് പെട്ടെന്ന് എടുത്ത് എല്ലാം എറിഞ്ഞിട്ടിട്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. സത്യമാണ്, കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചവൻ സ്ത്രീകള് വീട്ടിൽ നിസ്കരിച്ചാൽ അവർക്ക് സിന്നില്ല, പാപമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്ത്രീകളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കിയിട്ടാണ് ഹീസ് ദ വൺ ഹു ക്രിയേറ്റഡ് അസ് അല്ലെ, അപ്പൊ ഹീ നോസ്. അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാൽ അവർക്ക് പാപമില്ല, തെറ്റില്ല. പക്ഷെ അവർ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് കൂലി കൂടുതലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആണുങ്ങള് വീട്ടിൽ നിസ്കരിച്ചാൽ അവർക്ക് തെറ്റുണ്ട്, പാപമുണ്ട്. ദേ ആർ സിൻഫുൾ ബിക്കോസ് ദേ ആർ സപ്പോസ് ടു ഗോ ടു ദ മോസ്ക് ആൻഡ് പ്രേ. അവരോട് പള്ളിയിൽ പോയി നിസ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പള്ളി അടുത്താണെങ്കിൽ യു ഹാവ് ടു. പിന്നെ ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ റൂളിംഗ് ഡിഫറെന്റ് ആണ്, വിച്ച് ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഇറ്റ്. അപ്പോ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാണ് പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാലും പ്രശ്നമില്ല, നിങ്ങളുടെ നിസ്കാരം ആക്സെപ്റ്റഡ് ആണ്, കൂലിയുണ്ട്, ബട്ട് തെറ്റില്ല, അതിൽ പാപമില്ല, ദർ ഇസ് നോ സിൻ എന്ന് പഠിച്ചവൻ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും പണ്ട് ഈ ഒരു ഹദീസ് സ്ത്രീകള് വീട്ടിൽ നിസ്കരിക്കുന്നതാണ് റിവാർഡ് കൂടുതൽ എന്നുള്ള ഹദീസ് ഞാനും ഞാൻ ഇസ്ലാം പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫോളോ ചെയ്തിരുന്ന ആളാണ്. ഞാനതുകൊണ്ട് വീട്ടിലെ നിസ്കരിക്കില്ല, ജുമാക്ക് പോലും ഞാൻ പോകില്ലായിരുന്നു. ഈവൻ എന്റെ സിസ്റ്റർ ജുമാക്ക് പോകുമ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറയും, തനിക്ക് വേറെ ഒരു പണിയില്ല, കഷ്ടപ്പെട്ട് പള്ളി വരെ പോണ എന്തിനാ, തനിക്ക് വീട്ടിൽ നല്ലോണം റിവാർഡ് കൂടുതൽ, തനിക്ക് ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആഗ്യൂ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ ഞാൻ പള്ളിയിൽ ഇറക്കിയിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. മക്കേ പോയിട്ട് പോലും ചില സമയത്ത് ഞാൻ ഉഴപ്പിയിട്ടുണ്ട്. ബിക്കോസ് ഐ തോട്ട് വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത്, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതല്ല ബെറ്റർ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അപ്പൊ ഐ ഹാവ് ഡൺ ഓൾ ദാറ്റ്, ഞാൻ അതെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ പിന്നീട് ഞാൻ അത് ഇസ്ലാം പഠിച്ചു തുടങ്ങിയ സമയത്താണ്, മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നതോ അറിവായിട്ടാണ് നമ്മൾ ഒരു വിവരമില്ലാതെ പെട്ടെന്ന് എല്ലാം കൂടെ കിട്ടുമ്പോൾ നമ്മൾ ആപ്പാടെ ഇതാണോ അതാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് കംപ്ലീറ്റ്ലി ആത്മാർത്ഥമായിട്ട് റിലീജിയസ്ലി ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് ഞാൻ കൂടുതൽ ദീനിനെ കുറിച്ച് പഠിച്ചപ്പോ ഒരു ഭാഗമായിട്ടല്ല, നമ്മളിങ്ങനെ പല ഫാക്ടേഴ്സും പല ഏരിയാസും, ഇസ്ലാമിക് ഹിസ്റ്ററി, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ, തഫ്സീർ, അറബിക് ലാംഗ്വേജ്, ഇതെല്ലാം ഞാൻ എല്ലാം പഠിക്കാൻ തുടങ്ങി. ഒരു സെഗ്മെന്റ് മാത്രമല്ലാതെ, ഹദീസുകൾ മാത്രമല്ലാതെ എല്ലാ ഭാഗവും കൂടെ പഠിച്ചു തുടങ്ങി. അതും ഏറ്റവും ബെസ്റ്റ് സ്കോളർ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്കോളേഴ്സ് വിച്ച് ഇസ് അവൈലബിൾ റൈറ്റ് നൗ, ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എന്റെ പല ഭാഗത്തെ കാര്യങ്ങൾ തല ഓപ്പൺ ചെയ്തു തുടങ്ങിയത്, കണ്ണ് തുറന്നു തുടങ്ങിയത് പറയില്ലേ, അതേപോലെ തന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇതല്ല. ബിക്കോസ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ സ്ത്രീകളും പള്ളിയിൽ പോയിരുന്നു. പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈഫ്സ് എല്ലാവരും പള്ളിയിലാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ലിവ്സ് നെക്സ്റ്റ് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നത്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ പള്ളി പോയിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള സ്ത്രീകൾ രാവിലെ ഫജറും
എല്ലാം ഇരുട്ടത്ത് വരെ സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻകറേജ് ഈദ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, ഈദ് പ്രയറിന് സ്ത്രീകൾ പള്ളിയിൽ പോകാത്തപ്പോ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു നിങ്ങൾ വരാൻ, പള്ളിയിലേക്ക് വരാൻ. പള്ളിയിലല്ല, ഈദ് പ്രയർ എവിടെ നടക്കുന്ന വെച്ചാൽ അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾക്ക് ജിൽബാബില്ല, പ്രോപ്പർ ഡ്രസ് ഇല്ല. അപ്പൊ പറഞ്ഞു ആരെങ്കിലും അടുത്തുനിന്ന് കടം വാങ്ങിച്ചു വരാൻ പറഞ്ഞു. ഈവൻ മെൻസസ് ആയിരിക്കുന്ന പിള്ളേരോട് വരെ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യു ജസ്റ്റ് കം, ഡോണ്ട് പ്രേ, ബി ദേർ എന്ന് വരെ പറഞ്ഞു. അപ്പൊ ഹീ ലവ്സ്. അപ്പൊ നമ്മള് വെറുതെ ഇസ്ലാമിനെ ഓരോ കഷ്ണമായിട്ട് മുറിച്ച് അത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു സാധനം കിട്ടി അപ്പൊ അതൊക്കെ കൂടി അതെടുത്തിട്ട് ഓക്കെ ഇതാണ് റൂളിംഗ് എന്ന് നമ്മൾ സ്ഥാപിക്കാൻ പറ്റില്ല. നമ്മള് യു ഷുഡ് സീ ഇസ്ലാം ആസ് എ ഹോൾ, ഒരു മൊത്തം ഒരു സിസ്റ്റമാണ് ഇസ്ലാം. യുനോ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇസ്ലാമിക് ഹിസ്റ്ററി കണക്ട് ചെയ്യണം. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്താണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്? പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് റെവലേഷൻ കിട്ടിയത് അല്ലെ? പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നത് ഇല്ലേ? അപ്പൊ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം റെവലേഷൻ കിട്ടുമ്പോൾ വാട്ട് എവർ അല്ലാഹ് ഈസ് ആസ്കിങ് ഹിം ടു ഡു, പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന സിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം റെവലേഷൻ കിട്ടുന്നത് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മദീന സിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ബിക്കോസ് പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നെ. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സെയിം കാര്യങ്ങൾ എങ്ങനെ മദീന സിറ്റിയിലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. മദീന സിറ്റിയുടെ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നതെന്ന്. എല്ലാവരും പള്ളിയിൽ പോയിട്ടാണ് ജീവിച്ചിരുന്നത്. സ്ത്രീകൾക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു വന്നു, ദെൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു, ദെൻ അലി റളിയല്ലാഹു അൻഹു വന്നു. അതിനുശേഷമാണ് പ്രശ്നങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. ഇവരെല്ലാവരും ക്ലോസ് സഹാബാസ് ആയിരുന്നു പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. എന്നിട്ട് ഇവരെല്ലാവരുടെ സമയത്തും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ നാട്ടിലെ അന്നത്തെ കൾച്ചറും അന്ന് ഓരോരുത്തർ പുതിയ രീതിയിൽ കുറെ സാധനങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് കയറ്റി അങ്ങനെ കൾച്ചർ ഇസ്ലാമിലേക്ക് ഇൻഫ്ലുവൻസ് വന്നു തുടങ്ങിയത് അന്നാണ്. അന്ന് മുതലാണ് റൂളിങ്സ് ഒക്കെ ചേഞ്ച് തുടങ്ങി ഇങ്ങനെ വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെയ്തുകൊണ്ടിരുന്നത്, മദീന സിറ്റിയിലെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു. അതിനുശേഷം ഇസ്ലാം സ്പ്രെഡ് ചെയ്തു, പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. കൂഫ, ബസ്ര, ഇറാഖ്, ബാഗ്ദാദ് ആ ഒരു സൈഡിലേക്കൊക്കെ ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയപ്പോ ഖുറാനും ഹദീസുകളും എല്ലാം ഇവിടുന്ന് സ്കോളേഴ്സ് പോയിരുന്നു, അവരവിടെ പോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടത്തെ മദീനയിലെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു എന്നുള്ളത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അവിടത്തെ കൾച്ചർ ഗോട്ട് ഇൻ ടു ഇസ്ലാം. അപ്പൊ ഇവിടത്തെ മദീനയുടെ പ്രാക്ടീസ്, ആക്ഷൻസ് ഓഫ് മദീന ടോട്ടലി ഡിസ്കാർഡഡ്. അവര് ഏത് സ്ഥലത്താണ് ഇപ്പൊ ബസ്ര, കൂഫ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ കൾച്ചർ ഇസ്ലാമിലേക്ക് കയറി വന്നു. ബട്ട് ഹദീസും ഖുറാനും എല്ലാം അങ്ങോട്ട് എത്തി. പക്ഷെ ഈ മദീന സിറ്റി അവിടെ എത്തിയില്ല. അങ്ങനെയൊക്കെയാണ് കൾച്ചർ കയറി നമ്മളുടെ ഇസ്ലാമിനെ കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, കറപ്റ്റഡ് ആക്കിയത്. അപ്പൊ ബേസിക്കലി ഇസ്ലാം പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന സമയത്തും സഹാബാസ് ജീവിച്ചിരുന്ന സമയത്തും ക്ലോസ് സഹാബാസ് ജീവിച്ചിരുന്ന സമയത്തെ മദീന സിറ്റി എന്താണ് എന്നറിയണം. അതാണ് ആക്ച്വൽ ഇസ്ലാം. അതുകൂടാതെ നമ്മൾ അവിടെ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതാണ് റൂളിംഗ് എന്ന് പറയാതെ ഇതിനെല്ലാം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇസ്ലാമിന് ഒരു ടോട്ടലി ഹോൾ ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. കഷ്ണമായിട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തില്ല. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്, ഇറ്റ്സ് എ ഹോൾ സിസ്റ്റം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം. നമ്മളുടെ ഒരു ബേസിക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അവർ ഈ ഹദീസ്, ഏത് ഹദീസ്, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് കൂലി കൂടുതലെങ്കിൽ എന്തിനാണ് ഇവര് കഷ്ടപ്പെട്ട് പള്ളി വരെ പോയി നിസ്കരിക്കണേ? കുറച്ച് റിവാർഡ് കിട്ടാനാ? നമ്മളെ എവിടെ കൂടുതൽ റിവാർഡ് കിട്ടണു അവിടെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. യു ആർ ടേക്കിംഗ് മോർ എഫേർട്ട് ടു ഗെറ്റ് ലെസ് റിവാർഡ്. ഡസ് ദാറ്റ് മേക്ക് എനി സെൻസ്? പള്ളി പോകുക എന്ന് പറഞ്ഞ ഒരു ഹിജ്റയാണ്. നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും, നമ്മളുടെ ദുനിയാവി ആക്ടിവിറ്റീസ് മുഴുവൻ നമ്മൾ മാറ്റിയിട്ടാണ് യു ആർ ടേക്കിംഗ് എഫേർട്ട് ടു ഗോ വാക്ക് ഓർ ഗോ ഇൻ എ വെഹിക്കിൾ ടു ഗോ ടു ദ മോസ്ക് ഇല്ലേ? അപ്പൊ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് കുറച്ച് കൂലി കിട്ടാനാണോ, കുറച്ച് റിവാർഡ് കിട്ടാനാണോ നമ്മൾ പോണത്? നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കൂലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് എടുക്കണത് ഇല്ലേ?
ആരെങ്കിലും വളരെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് നിസ്കരിക്കാവുന്ന ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് പള്ളിയിൽ പോയി ഇച്ചിരി റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമോ? ബേസിക് കോമൺ സെൻസ് പോലെ അതൊക്കെ മനസ്സിലാക്കാൻ ഇല്ലേ? ആലോചിച്ചു നോക്കുക. ഇനി സ്ത്രീകളുടെ നിസ്കാരത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടും മദീന സിറ്റിയില് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സഹാബാസിന്റെ കാലത്തും എന്തൊക്കെയാണ് നടന്നിരുന്നതെന്നുള്ള ചെറിയ ചെറിയ കുറച്ച് സ്നിപ്പറ്റ്സ് പോലെ കുറച്ച് ഇൻസിഡൻസ് ഞാൻ നിർത്തി പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അത് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് പടച്ചോൻ ബുദ്ധിയും തന്നിട്ടുണ്ട്, കോമൺ സെൻസും തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ ഇൻഫർമേഷൻസ് ഒക്കെ കൂടെ തലയിലിട്ട് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഞാനൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് പറയുന്നില്ല. ഏത് ബേസിക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഞാനൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞു. ഐ നോ ഹൗ ലേഡീസ് ലിവ്ഡ് ഇൻ ഇസ്ലാം പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത്. അപ്പൊ എനിക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഐ റിപ്പീറ്റഡ്ലി സേ ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. ബട്ട് വെറുതെ ആർഗ്യൂ ചെയ്ത് തല്ലി വീഴാനായിട്ടുള്ള അതാണ് ശരി, നിങ്ങൾ പോയി ഇത് കറക്റ്റ് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. ഞാൻ എന്റർടൈൻ ചെയ്യില്ല. ഓക്കെ, ഞാൻ അതിന് ഉത്തരം പറയാനും മെനക്കെട്ടില്ല. പക്ഷെ ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ കൺസിഡർ. ഇഫ് ഐ നോ ഐ വിൽ ടെൽ യു. അത്ര എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇത്രയും കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് ഇങ്ങനെ പറയാണ്. അതിപ്പോ ഒന്നും കണക്റ്റഡ് ഒന്നുമല്ല, പക്ഷെ എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പൊ പറഞ്ഞല്ലോ പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞ ഹദീസാണ് മോസ്റ്റ് ഒതന്റിക് ഹദീസ് സ്ത്രീകളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഞാനൊരു ഇൻസിഡന്റ് കോട്ട് ചെയ്യാണ്. ഉമർ റളിയല്ലാഹു അൻഹുയുടെ വൈഫ് ആതിക വളരെ യങ് ആണ്, സുന്ദരിയാണ്. അപ്പോ വെനവർ ഷീ ഗോസ് ടു ദ മോസ്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിന് താല്പര്യമില്ല ആതിക പള്ളി പോയി നിസ്കരിക്കുന്നത്. ബട്ട് ആതിക ഓൾവേസ് ഗോസ് ടു ദ മോസ്ക്. എപ്പോഴും പള്ളി പോയി നിസ്കരിക്കുന്ന ഷീ നോസ്, പുള്ളിക്കാരുടെ റൈറ്റ് ആണെന്ന് ഷീ നോസ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ആതിക ഓൾവേസ് ഗോ ടു ദ മോസ്ക് ആൻഡ് പ്രേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഫാമിലി മെമ്പേഴ്സ് ദേ ആസ്റ്റർ, അവര് ചോദിച്ചു ആതിക അടുത്ത്, ഉമറിന് ഇഷ്ടമല്ലല്ലോ നീ പള്ളി പോകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് നീ പള്ളി വന്ന് നിസ്കരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ആതിക പറഞ്ഞു, ഉമർ എന്ന് പറയുന്നത് അമീറുൽ മുഅ്മിനീനാണ്, എന്റെ ഹസ്ബൻഡാണ്. പക്ഷെ ഉമർ ഇതുവരെ എന്റെ അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു. കാരണം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ തടയരുത് പള്ളി പോകുന്നതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ തടയും? അണ്ടർസ്റ്റുഡ്. അത് കൂടാതെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ somebody killed him when he was doing his fajr, when he was leading fajr prayer. ഫജർ നിസ്കാരം ഇമാമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹുവിനെ ആരോ വന്ന് കൊന്നത്. ആ സമയത്ത് ആതിക, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈഫ്, പുറയിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ആസ് എ ഫോളോവർ ഓഫ് ഉമർ ആ നിസ്കാരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വാസ് കിൽഡ്. പിന്നെ വേറൊരു ഇൻസിഡന്റ്, ഉമർ റളിയല്ലാഹു അൻഹുയുടെ സമയത്ത് മദീന മാർക്കറ്റ് മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് മാർക്കറ്റ് ആണ്, ക്യാപിറ്റൽ ഓഫ് ഇസ്ലാം ആണ് മദീന. ആ സമയത്ത് മദീന മാർക്കറ്റില് ഷിഫ ബിൻത് അബ്ദുള്ള അദ്വിയ എന്ന് പറഞ്ഞ ഒരു ലേഡിയായിരുന്നു സൂപ്പർവൈസർ ഓഫ് ദ മാർക്കറ്റ്. ഗോയിങ് അറൌണ്ട് ആ മാർക്കറ്റിൽ ചുറ്റിക്കറങ്ങി എന്താണ് ബിസിനസ്, ഹലാലാണോ ഹറാമാണോ ആൾക്കാർ ചെയ്യുന്നത്, കംപ്ലീറ്റ് ആ മാർക്കറ്റിന്റെ സൂപ്പർവൈസർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമയത്ത് ഷിഫ ബിൻത് അബ്ദുള്ള ആയിരുന്നു. ഒരു മാർക്കറ്റിലെ സിറ്റുവേഷൻ, അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമുക്കറിയാം. ആ സ്ഥലത്ത് ഷിഫ ബിൻത് അബ്ദുള്ളയെ ഏൽപ്പിക്കണമെങ്കിൽ വാട്ട് വാസ് ദ ഫ്രീഡം വുമൻ ഹാഡ്, മദീനയിലെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. മദീനയില് സ്ത്രീകൾക്ക് വേറെ മാർക്കറ്റ്, ആണുങ്ങൾക്ക് വേറെ മാർക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു മാർക്കറ്റ് ആയിരുന്നു, രണ്ട് വഴികൾ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു വഴിയാണ്, എല്ലാ വഴിയിലൂടെയും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നടന്നിരുന്നു. പിന്നെ വേറെ ഇൻസിഡന്റില് ബാറ്റിൽ ഓഫ് യർമൂക്ക്, അതില് റോമൻസ് മുസ്ലിംസും തമ്മിലുള്ള യുദ്ധമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ്. അതിൽ അറൌണ്ട് 30 to 35 സ്ത്രീകൾ ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതും സ്വോർഡ്സ് ഒക്കെ വെച്ചിട്ട്, വാളെല്ലാം വെച്ചിട്ട്. ഓക്കെ, ആൻഡ് അതിൽ ഒരാള് കിൽഡ് മോർ ദാൻ 20 റോമൻസ്, 20 റോമൻ സോൾജേഴ്സിനെ കൊന്നിരുന്നു ഒരു സ്ത്രീ. ഇതെല്ലാം റെക്കോർഡഡ് ആണ്, ബുക്സിൽ റെക്കോർഡഡ് ആണ് ഇതെല്ലാം.
ഈ സ്ത്രീകള് പെണ്ണുങ്ങളെയല്ല ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവര് ആണുങ്ങളെയാണ്, പുരുഷന്മാരെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതും സഹാബാസിന്റെ കൂടെ ഒരുമിച്ചാണ് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു ലേഡി ഹൗല, ഷി വാസ് വെയറിങ്, ആണുങ്ങളുടെ വസ്ത്രം ധരിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് ഖാലിദ് ബിൻ വലീദ് ചോദിക്കുന്നത്, ഇത് ഏതാണ് ഈ പുരുഷൻ, ഇത്രയും സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ആണല്ല, അതൊരു പെണ്ണാണ് എന്ന് പറയായിരുന്നു. ഇനി വേറൊരു സ്ത്രീ സുബൈഗ, ഹർ ജോബ് വാസ് ടു കമാൻഡ് ഗുഡ് ആൻഡ് ഫോർബിഡ് ഈവിൾ ഇൻ മദീന സിറ്റി. എന്ന് വെച്ചാൽ മദീന സിറ്റിയിൽ ഒരു വടി കൊണ്ട് നടക്കുമായിരുന്നു പുള്ളിക്കാരി. എന്നിട്ട് വഴിയിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അടിക്കുകയും അതേപോലെ തന്നെ നന്മ ചെയ്യുന്നത് എൻകറേജ് ചെയ്യുക, ഇങ്ങനെയുള്ള ആ ജോലിയായിരുന്നു, ആ ഉത്തരവാദിത്തമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അവിടെ ഇഷ്ടംപോലെ സഹാബാസ് ഉണ്ടായിരുന്നു, ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്ത്രീകൾക്കായിരുന്നു ആ ജോലി കൊടുത്തിരുന്നത്. ഇനി സ്ത്രീകളെ പള്ളിയിൽ പോകാൻ എൻകറേജ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹ നറേറ്റ് ചെയ്ത ഹദീസ്. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴത്തെ സ്ത്രീകൾ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിരുന്നെങ്കിൽ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന് യാതൊരു കുഴപ്പമില്ല, ഇറ്റ്സ് എ സഹീഹ് ഹദീസ്. പക്ഷെ അത് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് പ്രോബ്ലം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇപ്പോഴത്തെ കാലത്തെ പോലെ തന്നെ എല്ലാ വൃത്തികേടുകളും നടന്നിരുന്ന ഒരു സമയം തന്നെയാണ്. ആ സമയത്തും സിന നടന്നിരുന്നു, ആ സമയത്തും ആവശ്യമില്ലാത്ത ചീറ്റിങ്, കള്ളത്തരങ്ങള്, എല്ലാ വൃത്തികേടുകളും നടന്നിരുന്ന ഒരു സമയം തന്നെയാണ്. ഈ സിന എന്ന് പറയുന്നതിന്റെ അത്രയും വേഴ്സ് ആയിട്ടുള്ള, ഇത്ര ഇതിൽ കൂടുതൽ വൃത്തികേടായിട്ടുള്ള ഒരു തെറ്റ്, ഒരു പാവം ഉണ്ടോ നമ്മുടെ കാലത്തായാലും അന്നായാലും? സിന എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ അഫെയർ ആണ്, ഹാവിങ് സെക്സ് വിത്ത് സമ്മൺ അതർ ദാൻ യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ്. അപ്പോ അത്രയും മോശമായിട്ടുള്ള കാര്യം പ്രൊഫറ്റ് സല്ലല്ലാഹു സമയത്ത് നടന്നിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഹദീസ് അനലൈസ് ചെയ്യുമ്പോൾ ഇതിലും വേഴ്സ് ആയിട്ടുള്ള എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിലും വേഴ്സ് ആയിട്ടുള്ള എന്താ നടക്കാനുള്ളത്? പ്രൊഫറ്റ് സല്ലല്ലാഹു സമയത്താണ് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഇനി പുതിയത് എന്താണ് നടക്കാനുള്ളത്? പെണ്ണുങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇനി ഒന്നോ രണ്ടോ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചിട്ട് ഹോൾ ഇസ്ലാമില് പള്ളിയിൽ പോകുന്നത് തന്നെ തടയാന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊഫറ്റ് സല്ലല്ലാഹു ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. പ്രൊഫറ്റ് സല്ലല്ലാഹുവിന്റെ കാലത്തും ഈ കാര്യങ്ങളെല്ലാം നടന്നിരുന്നതാണ്. പ്രൊഫറ്റ് സല്ലല്ലാഹു അപ്പോഴും പള്ളികളിൽ സ്ത്രീകളോട് പോവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻകറേജ് ചെയ്യായിരുന്നു. ആരെയും പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഈ ഒരു റീസൺ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ഒരു 5-6 പേര് ചെയ്യുന്ന തെറ്റിന് പകരമായിട്ട് ഒരു വലിയൊരു നന്മ പ്രൊഫറ്റ് സല്ലല്ലാഹു ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ഇതെല്ലാം പറഞ്ഞെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ സ്റ്റിൽ കണ്ടിന്യൂഡ് ഗോയിങ് ടു ദ മോസ്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോലും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഷി വാസ് ഗോയിങ് ടു ദ മോസ്ക് ഓൾ ദ ടൈം. എപ്പോഴും പള്ളിയിൽ പോയി തന്നെയാണ് അതിനുശേഷവും ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യണം. ആ ഹദീസ് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. കോണ്ടെക്സ്റ്റും ഹിസ്റ്ററിയും ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. എല്ലാവരും ഒരു ഹദീസ് അല്ലെങ്കിൽ ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് ഗൂഗിൾ സെർച്ച് പോയിട്ട് ഗൂഗിൾ ഇമാമിന്റെ അടുത്ത് നിന്ന് കുറെ സൈറ്റിൽ ആരൊക്കെയോ വിവരമില്ലാത്തവരും വിവരമുള്ളവരും ഒക്കെ എഴുതി കൂട്ടിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് കറക്റ്റ്, ഇതിലാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റൂല. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻസിഡന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ബാക്കിയും കൂടെ. എല്ലാ ഇൻസിഡൻസും ഞാൻ ഏതായാലും പറഞ്ഞു തുടങ്ങിയില്ല, അപ്പൊ അതങ്ങോട്ട് പറഞ്ഞു തീർക്കാം. അടുത്ത ക്ലാസ്സിലും കൂടെ ആയിട്ട് അതങ്ങോട്ട് ഫിനിഷ് ചെയ്യാം ഇൻഷാ അല്ലാ. അതിനുശേഷം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുക. യൂസ് യുവർ ഇന്റലിജൻസ് ആൻഡ് യൂസ് യുവർ കോമൺ സെൻസ് ആൻഡ് കം ടു എ കൺക്ലൂഷൻ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഈ ലാസ്റ്റ് പറയാൻ പോകുന്ന ഇൻസിഡന്റ്, പ്രൊഫസർ ലാസ്റ്റിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ മാർക്കറ്റിലൂടെ നടന്നപ്പോ ഞാനൊരു സ്ത്രീയെ കിസ് ചെയ്തു, ഉമ്മ വെച്ചു. എന്നിട്ട് പറയും ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പ്രൊഫസർ ലാസ്റ്റ് ഒന്നും പറയില്ല, മുഖം തിരിച്ച് മാറിക്കളയും. ഇദ്ദേഹം പിന്നെയും വന്ന് പറയും, അപ്പോഴും പ്രൊഫസർ ലാസ്റ്റ് ഒന്നും പറയില്ല, മാറിക്കളയും. പിന്നെയും വന്ന് പറയും, മാറിക്കളയും. അതിനുശേഷം ബാങ്ക് കൊടുത്തു, നിസ്കാര സമയമായി. പ്രൊഫസർ ലാസ്ലം നിസ്കാരം ലീഡ് ചെയ്തു, ഇദ്ദേഹം പുറയിൽ നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രൊഫസർ ലാസ്ലം ചോദിച്ചു, എവിടെ ആ സ്ത്രീയെ കിസ് ചെയ്തെന്ന് പറഞ്ഞ ആൾ എവിടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയും, ഞാനിവിടെ ഉണ്ടെന്ന് പറയാം. പറയും യു ആർ ഫോർഗീവൻ, കാരണം ഒരു നന്മ നിങ്ങൾ ചെയ്തു ഇല്ലേ, ആ ഒരു സ്ത്രീയെ തെറ്റുപറ്റിയതാണ്, എല്ലാവർക്കും തെറ്റുപറ്റുന്നതാണ്, ഇറ്റ്സ് എ നോർമൽ തിങ് ഇല്ലേ. അപ്പൊ നിങ്ങൾ ആ തെറ്റിന് ശേഷം നിങ്ങൾ നന്മ ചെയ്തു, ഇവിടെ വന്ന് ഇമാമിന്റെ കൂടെ നിങ്ങൾ നിസ്കരിച്ചു, അപ്പൊ നിങ്ങളുടെ ആ തെറ്റ് പൊറുക്കപ്പെട്ടു എന്ന് പ്രൊഫസർ ലാസ്ല അവരോട് പറയാണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ വൃത്തികേടുകളും
നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയൊക്കെ അവിടെ അന്ന് നടന്നിരുന്നു. മനസ്സിലായില്ലേ? ഇതെല്ലാം പ്രൊഫസർ അറിയുകയും ചെയ്യാം. എന്നിട്ടും പ്രൊഫസർ സ്ത്രീകളെ പള്ളിയിൽ വരുന്നതിൽ നിന്ന് തടയുകയോ അതോ പുറത്തിറങ്ങുന്നതിൽ നിന്ന് തടയുകയോ മാർക്കറ്റിൽ പോകുന്നതിൽ നിന്ന് തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അണ്ടർസ്റ്റുഡ്? കാരണം പ്രൊഫസർ വളരെ ക്ലിയർ ആയിട്ടല്ല, ഇങ്ങനെ തടഞ്ഞു പൂട്ടിയിട്ടിട്ട് നമുക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇസ്ലാം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നിൽക്കും. ആണുങ്ങൾക്കും ഡിസൈർസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത തോട്ട്സ് വരും. അതേപോലെ തന്നെ ഇത് പെണ്ണുങ്ങൾക്കും ഭാഗമാണ്. പെണ്ണുങ്ങൾ എന്താ പുണ്യാളത്തിമാരൊന്നും അല്ല. എല്ലാവർക്കും ഈ ആവശ്യമില്ലാത്ത ഫീലിങ്സ് ഒക്കെ വരും. ആണുങ്ങളെ കാണുമ്പോഴും വരും, നമുക്കും ഡിസൈർസും എല്ലാം വരുന്നതാണ്. അപ്പൊ ഡിസൈർസ് വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇസ്ലാം മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ആണുങ്ങളെ കാണുമ്പോൾ കണ്ണ് ലോവർ ദ ഗേസ്, അതേപോലെ ആണുങ്ങളെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ദേ വിൽ ലോവർ ദ ഗേസ്. അതൊക്കെ നാച്ചുറൽ ആയിട്ട് വരും ഇസ്ലാം മനസ്സിലിട്ടെങ്കിൽ. അല്ലാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫിത്തനയാണ്, പ്രോബ്ലംസ് ആണ്, ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ആണുങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡിസൈർസ് വരും എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ വീടിന്റെ ഉള്ളിൽ പൂട്ടിയിടുക അല്ല ഇസ്ലാം ചെയ്യുന്നത്. ആണുങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഡിസൈർസ് വരികയാണെങ്കിൽ വൺസ് ദേ കം ടു നോ ഇസ്ലാം, ആക്ച്വൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ചു കഴിയുമ്പോൾ അവർക്കത് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് കൺട്രോൾ ചെയ്തേ പറ്റൂ. അല്ലാതെ ബാക്കിയുള്ളവരെ അവർക്ക് ഡിസൈർസ് വരും എന്ന് പറഞ്ഞിട്ട് ബാക്കി സ്ത്രീകളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആണുങ്ങൾക്ക് അതൊരു ഫിത്നയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ദാറ്റ്സ് അബ്സല്യൂട്ട് നോൺസെൻസ്. ദാറ്റ്സ് നോട്ട് ദെയർ ഇൻ ഇസ്ലാം. സ്വയം പയറ്റി വരിക, സ്വയം പഠിച്ചവനെ പേടി വരിക, സ്വയം കൺട്രോൾ ചെയ്യുക, ആണായാലും പെണ്ണായാലും. ഒരുപാട് പറയാനുണ്ട്. ഇത് ഈ ഒരു ക്ലാസ് തീരില്ല, അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു സീരീസ് ആയിട്ട് അങ്ങനെ തീരുന്നവരെ അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഞാനിത് പറയണം എന്ന് വിചാരിക്കുന്നതാണ്. കുറെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ. അപ്പൊ അതിനു വേണ്ടി മടി പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച ലേഡീസിന്റെ പ്രെയർ ഇട്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു എനിവേസ് എല്ലാം അങ്ങോട്ട് പറയാം എന്ന് വിചാരിച്ചത്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി